Hello everyone, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇറ്റാലിയൻ പാസ്ത റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ടൈം കളഞ്ഞാൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഒരു ഹാഫ് ഓണിയനാണ് എടുത്തേക്കുന്നത്, ചോപ്പ് ചെയ്തിട്ട് 1 കപ്പ്. പിന്നെ 2 ക്ലോവ്സ് ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട്, അത് ഏകദേശം ഒരു 1 ടീസ്പൂൺ കാണും. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ആൻഡ് 1/2 ടീസ്പൂൺ പാഴ്സ്ലി. ഇത് ഡ്രൈഡ് പാഴ്സ്ലി ആണ്. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹെർബ്സ് കയ്യിലുണ്ടോ അതൊക്കെ ഉപയോഗിക്കാം, ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്, അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തെടുത്തേക്കുന്ന പാസ്തയാണ്. പാസ്ത നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് പാസ്തയാണ് ഉപയോഗിക്കുക. ഞാൻ പെന്നെ പാസ്തയാണ് എടുത്തേക്കുന്നത്, അതൊരു ഹോളോ സിലിണ്ട്രിക്കൽ ഷേപ്പ് ഓഫ് പാസ്തയാണ്. അടുത്തെടുത്തേക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ റെഗുലർ ടൊമാറ്റോ അടിച്ചിട്ട് പ്യൂറി ആക്കിയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ അതിന് കുറച്ച് പുളിപ്പ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാൻഡ് ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് എടുത്തേക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, ഡ്രൈ ചില്ലി ഫ്ലേക്സ്. അത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവുള്ള ഒരു ചില്ലി ഫ്ലേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത്രയും പോലും ഉപയോഗിക്കുന്നില്ല. പിന്നെ എടുത്തേക്കുന്നത് ടേബിൾ ക്രീമാണ്, ഇത് ഹെവി ക്രീമാണ്. പാസ്ത നല്ല ക്രീമി ആവാൻ വേണ്ടി 18%നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, അത് ഫോർ യുവർ ടേസ്റ്റ്. പിന്നെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാസ്ത ഉണ്ടാക്കാൻ എപ്പോഴും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, നല്ലതാണ് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കോഷർ സോൾട്ടാണ്. കോഷർ സോൾട്ട് ഈസ് വെരി ഗുഡ് ഫോർ ബോയിലിംഗ് പാസ്ത. അതിൻ്റെ സീസണിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് കൈൻഡ് ഓഫ് സോൾട്ടാണ്. ലാസ്റ്റ്ലി പാർമസാൻ ചീസ്, ഇത് ഗ്രേറ്റഡ് പാർമസാൻ ആണ്. ഇതിങ്ങനെ പൗഡർ ആയില്ലെങ്കിൽ ബ്ലോക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് പാസ്ത ഇടാനായിട്ട്. അപ്പോൾ ആ പാസ്ത ഇടുന്നേക്കാൾ മുമ്പ് ആ തിളച്ച വെള്ളത്തിൽ കോഷർ സോൾട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്നുകൂടിയും തിളപ്പിക്കുക. ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് എത്ര വേണോ പാസ്ത അത്രയും ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 300 ഗ്രാം ഓഫ് പാസ്തയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ പാസ്ത നന്നായിട്ട് ഏകദേശം ഒരു 12-15 മിനിറ്റ്സോളം ബോയിൽ ചെയ്യണം. ഇത് ഒരു ആൾ ഡെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലോട്ട് വരണം. അതായത് നമുക്ക് കടിച്ചാൽ ഒരു ചെറിയ മുറുക്കം എന്നാൽ നല്ല സോഫ്റ്റ് എന്നുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരണം പാസ്ത. അതുവരെ ഒരു ഏകദേശം 15 മിനിറ്റ്സ് ഇത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണ്. പാസ്ത നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. ഇത് സാധാരണ ചില ആൾക്കാർ പാസ്ത ബോയിൽ ചെയ്തിട്ട് അത് കോൾഡ് വാട്ടർ ഇട്ടിടും. ഒരിക്കലും കോൾഡ് വാട്ടർ ഇട്ട് പാസ്ത മാറ്റാൻ പാടില്ല, കാരണം അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ഡിസോൾവ് ആയി പോവും. അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കോൾഡ് വാട്ടറിൽ ആഡ് ചെയ്ത് വെച്ചാൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പാസ്ത ബോയിൽ ചെയ്ത ഈ വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല. ഇത് ഏകദേശം ഒരു 2 കപ്പ് ഞാൻ പാസ്ത ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ ഓളം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഞാനത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കണം, അതിൻ്റെ ചെറിയൊരു കളറ് മാറുന്നവരെ. അത് കഴിഞ്ഞ് അതിലോട്ട് 1 കപ്പോളം ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും കളർ മാറുന്ന വരെ നന്നായിട്ട് സോട്ടേ ചെയ്യുക. അത് കഴിഞ്ഞ് അതിലോട്ട് 2 ടീസ്പൂൺ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇതില്ലെങ്കിൽ റെഗുലർ ടൊമാറ്റോ ആണെങ്കിലും പ്യൂറേ ആക്കിയിട്ട് ചേർക്കാവുന്നതാണ്.
എന്നിട്ട് ടൊമാറ്റോൻ്റെ ആ ഒരു പുളിപ്പും ആ ഒരു എന്താ പറയുക ഒരു പച്ച ടൊമാറ്റോൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അത് ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ കളറ് പതുക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും 2 കപ്പ് ഓഫ് ഹെവി ക്രീം ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇത് നല്ല എന്താ പറയുക പാസ്തയ്ക്ക് നല്ല ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്രീം ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഒന്ന് ബബിൾ ചെയ്ത് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത് കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. കാരണം ഇത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ആ സോസ് പതുക്കെ ഒന്ന് ബബിൾ ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും അതിലിട്ട് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ബട്ടറിന് ഞാൻ പ്രത്യേകം അളവ് പറയുന്നില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. നമുക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സീസണിങ് ആണ്. ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യുകയാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അത്രയും ആഡ് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് അത്രയും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പാസ്ത ബോയിൽ ചെയ്തപ്പോൾ ഉള്ള ആ സ്റ്റാർച്ച് വെള്ളം 2 കപ്പ് ആഡ് ചെയ്യണം. അത് ആ സോസ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടിയും ആ തിക്നെസ് ഒന്ന് കുറച്ച് ഒരു നല്ല സോസി കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് കുറച്ച് ഏകദേശം 1/2 ടീസ്പൂൺ ഓഫ് ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഓഫ് ഡ്രൈഡ് പാസ്ലി, ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഇറ്റാലിയൻ സീസണിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളിതെല്ലാം ഒന്നുകൂടിയും മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സോസ് ഡ്രൈ ആവണേക്കാൾ മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാട്ടോ കുക്ക് ചെയ്യുന്നത്, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാം പാസ്തയിലോട്ട് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ബബിൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് പാർമസാൻ ചീസ് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, ചീസല്ലേ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ്ലി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പാസ്ത നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മാക്സിമം പോയാൽ 10 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. ലാസ്റ്റ്ലി സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും പാർമസാൻ ആഡ് ചെയ്യാം. നല്ല ഒരു ക്രീമി ആൻഡ് ചീസി പാസ്തയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.